الحمد لله الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെ നീക്കുപോക്കുകളും ചലനങ്ങളും അതിസൂക്ഷ്മമായി റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ്റെ മലക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ആ രേഖകളെല്ലാം പാരത്രിക ലോകത്ത് പ്രദർശിപ്പിക്കപ്പെടുകയും നാം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന ഉത്തമ ബോധ്യത്തോടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളും അല്ലാഹുവിന് തൃപ്തികരമായ തഖ്വയിലധിഷ്ഠിതമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് മുത്തഖീങ്ങൾക്ക് വേണ്ടി മാത്രം അവൻ തയ്യാറ് ചെയ്തു വച്ച സ്വർഗത്തിൽ കുടുംബസമേതം പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചയക്കുന്ന പ്രവാചകന്മാർ അവരുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി
അള്ളാഹു ഉദ്ദേശിക്കുന്ന സന്ദർഭങ്ങളിൽ ആ പ്രവാചകന്മാരുടെ കയ്യിലൂടെ വെളിവാക്കുന്ന അമാനുഷികമായ ചില കാര്യങ്ങൾ, അത്ഭുതകരമായ ചില കാര്യങ്ങൾ, അതാണ് മുഅ്ജിസത്ത്. ഏത് പ്രവാചകനെ എടുത്തു പരിശോധിച്ചാലും അവർക്കൊക്കെ ചില പ്രത്യേകമായ അത്ഭുതങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ വടി നിലത്തിട്ടപ്പോൾ പാമ്പായി മാറിയതും, കടലിൽ അടിച്ച സമയത്ത് ചെങ്കടലിൽ പിളർന്നതും, അതുപോലെ തന്നെ സ്വാലിഹ് നബിക്ക് പാറക്കുള്ളിൽ നിന്ന് ഒട്ടകം പുറത്തു വന്നതും, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടവരെ ജീവിപ്പിച്ചതും, അന്ധർക്ക് ശമനം നൽകിയതും, വെള്ളപ്പാണ്ട് ബാധിച്ച ആളുകൾക്ക് അത് പരിപൂർണമായി മാറ്റിക്കൊടുത്തതും, അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതായ വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റേറെ അത്ഭുതകരമായ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അതാണ് ഞാൻ ആമുഖമായി ഓതിവെച്ച സൂറത്തുൽ ഇസ്രാ, 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാഇന്റെ 1-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അത് ഇസ്രാഉം അതുപോലെ തന്നെ മിഅ്റാജുമാണ്. ഏറെ അത്ഭുതകരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച ആ അത്ഭുതകരമായ സംഭവം എങ്ങനെയാണോ അള്ളാഹുവും പ്രവാചകനും അത് നമുക്ക് പഠിപ്പിച്ചു തന്നത്, അത് അതേപടി വിശ്വസിക്കുക, ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. സമൂഹത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങളും ഒരുപാട് കെട്ടുകഥകളും ഒക്കെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷെ പ്രമാണങ്ങൾ എന്താണോ ഈ വിഷയകമായിട്ട് പഠിപ്പിക്കുന്നത്, അതാണ് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏകദേശം മക്കയിൽ നിന്ന് ഒരു മാസക്കാലം യാത്ര ചെയ്യേണ്ട ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോവുകയാണ്. അവിടെ നിന്നും ആകാശങ്ങൾക്കപ്പുറത്തേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രാത്രിയിലെ ഏതാനും ചെറിയ ഒരു ഭാഗം മാത്രം എടുത്തുകൊണ്ട് കൊണ്ടുപോവുകയും സുബഹിക്ക് മുമ്പേ തിരിച്ച് മക്കയിലേക്ക് എത്തിക്കുകയും ചെയ്ത ആ ഒരു യാത്രക്കാണ് ഇസ്രാ മിഅ്റാജ് എന്ന് പഠിപ്പിക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രാഇന്റെ 1-ാമത്തെ വചനത്തിലൂടെ അത് പഠിപ്പിക്കുന്നത്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരു രാത്രിയുടെ ഒരു ഭാഗം എടുത്തുകൊണ്ട് തന്റെ അടിമയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയ അല്ലാഹു ഏറെ പരിശുദ്ധനാണ്. ഈ ആയത്തിന്റെ തുടക്കം സുബ്ഹാന എന്ന് പറഞ്ഞിട്ടാണ്. സുബ്ഹാന എന്ന പ്രയോഗം അത്ഭുതകരമായ, ഏറെ ആശ്ചര്യമുള്ള വലിയ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഇടങ്ങളിലാണ് അള്ളാഹു പ്രയോഗിക്കാറുള്ളത്. അവന്റെ ആയത്തുകൾ, അവന്റെ ദൃഷ്ടാന്തങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന സന്ദർഭങ്ങളിലാണ് സുബ്ഹാന എന്നുള്ള ഒരു പ്രയോഗം. പലപ്പോഴും ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടതാണ് എന്ന് വരെ പറയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇത്തരം അത്ഭുതകരമായ കാര്യങ്ങൾ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും ഒന്നും കഴിയാതെ വരുമ്പോൾ ഇതൊക്കെ മറ്റുള്ളവരോട് എങ്ങനെയാണ് പറയുക? അവരെ എങ്ങനെ പറഞ്ഞിട്ട് വിശ്വസിക്കും? ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു കെട്ടുകഥയാണെന്ന് മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് ആളുകൾ വരില്ലേ എന്നിത്യാദി ഭയപ്പാടോടുകൂടെ ഇതിനെയൊക്കെ ഒന്ന് വ്യാഖ്യാനിച്ചൊപ്പിച്ച് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇതൊരു സ്വപ്നമാണെന്ന് പറഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമല്ലല്ലോ. ആ രൂപത്തിലൊക്കെ ഇസ്രാ മിഅ്റാജ് എന്ന അത്ഭുതകരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ മഹാ അത്ഭുതമായ ഈ സംഭവത്തെ മുഅ്ജിസത്തിനെ ദുർവ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അള്ളാഹു ഇവിടെ പ്രയോഗിച്ച പ്രയോഗം സ്വപ്നം കാണിപ്പിച്ച അള്ളാഹു എത്ര പരിശുദ്ധനാണ് എന്നല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
ചുരുങ്ങിയ രാത്രിയുടെ ചുരുങ്ങിയ ഒരു ഭാഗം കൊണ്ട് ഇത്രമേൽ മഹത്തായ ഒരു അത്ഭുതം കാണിപ്പിച്ച ആ പ്രവാചകന് പലതും കാണിച്ചു കൊടുത്ത അള്ളാഹു എത്ര പരിശുദ്ധനാണ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ ശരീരത്തോടുകൂടെ തന്നെ കൊണ്ടുപോയി എന്നുള്ളതാണ്. ആ യാത്ര പ്രവാചകൻ തന്റെ ശരീരത്തോടുകൂടെ തന്നെ നടത്തി എന്നുള്ളതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദ. നമ്മുടെ വിശ്വാസം അങ്ങനെ തന്നെയാണ്, അതിൽ സംശയിക്കേണ്ടതില്ല എന്നർത്ഥം. ഈ വിഷയം നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഇസ്രാ മിഅ്റാജ് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. തനിക്ക് സംരക്ഷണം തന്ന താങ്ങും തണലുമായിരുന്ന അവിശ്വാസിയായിട്ടുകൂടെ പ്രവാചകന് സംരക്ഷണം നൽകിയ അബൂ ത്വാലിബിന്റെ മരണം, തന്റെ പ്രിയപ്പെട്ടവൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണം, ഒരാഴ്ചയിലെ ഒരു 3 ദിവസത്തെ ഗ്യാപ്പിലാണ് തനിക്ക് താങ്ങും തണലുമായ ഖദീജയും അബൂ ത്വാലിബും ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നത്. ആമുൽ ഹുസ്ൻ, ദുഃഖത്തിന്റെ വർഷം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാമകരണം ചെയ്ത ആ സന്ദർഭം, പ്രവാചകൻ അങ്ങേയറ്റം പ്രയാസപ്പെട്ട ആ ഒരു സാഹചര്യം, തനിക്ക് ആശ്രയമേകുവാനും താങ്ങും തണലുമേകുവാനും പ്രബോധനം നടത്തുവാനും ഒക്കെ ഇനി എന്റെ ഉമ്മയുടെ കുടുംബക്കാരുള്ള തന്റെ അമ്മാവന്മാരും കുടുംബങ്ങളും ഒക്കെ താമസിക്കുന്ന മക്കയിൽ നിന്ന് അല്പം ദൂരെയുള്ള തായിഫിലേക്ക് ചെന്നാൽ അവിടെ എനിക്ക് ഒരു ആശ്വാസം ഉണ്ടാകും, സമാധാനമുണ്ടാകും എന്ന പ്രതീക്ഷയോടെ തായിഫിലേക്ക് ചെന്നപ്പോ അവിടെയും മക്കയിലേക്കാൾ കൊടിയ പീഡനങ്ങളും പ്രയാസങ്ങളും ഏറ്റുവാങ്ങേണ്ട, മാനസികമായും ശാരീരികമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പീഡിപ്പിക്കുന്ന രംഗമാണ് ത്വായിഫിലും നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അവിടെ നിന്നും തിരിച്ചു പോരുന്ന മനോവ്യതയോടെ, വേദനയോടെ, സങ്കടത്തോടുകൂടെ തിരിച്ചു വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ ഒരു സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യാത്ര കൊണ്ടുപോകുന്നത്. ഏറെ ആശ്വാസകരമായിരുന്നു, ഏറെ സമാധാനമായിരുന്നു. ആര് അങ്ങയെ ഉപേക്ഷിച്ചാലും, ആരങ്ങയെ പീഡിപ്പിച്ചാലും അള്ളാഹു അങ്ങയെ കൈവിട്ടിട്ടില്ല എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകുന്ന വല്ലാത്തൊരു ആശ്വാസമായിരുന്നു, സമാധാനമായിരുന്നു ഇസ്രാ മിഅ്റാജ് എന്ന അത്ഭുതകരമായ യാത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, കഴുതയേക്കാൾ അല്പം വലിപ്പം കൂടിയ, എന്നാൽ കുതിരയേക്കാൾ അല്ലെങ്കിൽ കോവർ കഴുതയേക്കാൾ അല്പം ചെറുതായ ഒരു വെളുത്ത മൃഗത്തെയും കൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമീപത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ കൂടെ ആ വാഹനത്തിൽ കയറിയിട്ടാണ് മസ്ജിദുൽ അഖ്സയിലേക്ക് ഞാൻ യാത്ര പോകുന്നത്. ആ മൃഗത്തിന്റെ കണ്ണെവിടെയാണോ എത്തുന്നത് അവിടെ അതിന്റെ കാലെത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും അതിവേഗതയുള്ള ആ ഒരു വാഹനത്തിൽ കയറിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തുന്നത്. ഇമാം ബുഖാരിയൊക്കെ സവിസ്തരം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമ്മൾ ആ ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കിയതാണ്. അവിടെ ചെല്ലുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകഴിഞ്ഞ സകല പ്രവാചകന്മാരെയും ബൈത്തുൽ മുഖദ്ദസിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇമാമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നുണ്ട്. അതിനുശേഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം ആകാശങ്ങളൊക്കെ പുറത്തേക്ക് കയറിപ്പോകുന്ന രംഗം നമുക്ക് ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും. ആദം നബിയെയും അതുപോലെ തന്നെ ഇദ്രീസ് നബിയെയും യഹ്യാ നബിയെയും ഈസാ, മൂസ, ഇബ്രാഹിം, അത്തരത്തിലുള്ള ഒരുപാട് പ്രവാചകന്മാരെയും ആകാശങ്ങളിൽ വെച്ചുകൊണ്ട് കണ്ടതും അവരുമൊക്കെയായിട്ട് സംസാരിച്ചതുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അവിടെ നിന്നും ആകാശങ്ങൾക്കപ്പുറത്തേക്ക് ബൈത്തുൽ മഅമൂറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തുന്നു. ദുനിയാവിലെ ഭൂമിയിലുള്ള കഅബയെ പോലെ തന്നെയുള്ള ഒരു ആകാശ ലോകത്തുള്ള കഅബയാണ് ബൈത്തുൽ മഅമൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ വലിപ്പവും അതിന്റെ ആധിക്യവും അതിനകത്തേക്ക് കയറി വരുന്ന മലക്കുകളെ കുറിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സവിസ്തരം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അവിടെ നിന്ന് സിദ്റത്തുൽ മുൻതഹയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉയർത്തപ്പെട്ടു. വിശുദ്ധ ഖുർആൻ ആ ഇസ്രാഇനെ കുറിച്ച് സൂറത്തുൽ ഇസ്രാഇന്റെ 1-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കപ്പെടുമ്പോ സൂറത്തുൽ നജ്മിന്റെ 13 മുതലുള്ള വചനത്തിൽ 18 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മിഅ്റാജിന്റെ ചില സൂചനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅവാ إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സിദ്റത്തുൽ മുൻതഹയുടെ സമീപത്ത് വെച്ച് രണ്ടാമതും
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിയായ രൂപത്തിൽ ദർശിച്ചിട്ടുണ്ട്. ആ സിദ്റത്തുൽ മുൻതഹ അതൊരു മരത്തിന്റെ പേരാണ്. അത് വല്ലാത്തൊരു സൗന്ദര്യമുള്ള മരമാണ്. ആ മരത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എനിക്ക് വിവരിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള സൗന്ദര്യം അതിനുണ്ട് എന്നുള്ളതാണ്. അവിടെ വെച്ച് കണ്ടു ആ മരം സ്വർഗത്തിന്റെ സമീപത്താണ്, മരത്തിന്റെ സമീപത്താണ്, സിദ്റത്തുൽ മുൻതഹയുടെ സമീപത്താണ് സ്വർഗമുള്ളത്. ഈ വിഷയങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ചിട്ട് സൂറത്തുൻ നജ്മിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, അവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കണ്ടു. സ്വർഗത്തിലെ പല അനുഭവങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാണിക്കപ്പെടുകയുണ്ടായി. അതേ രൂപത്തിൽ തന്നെ നരകവും നരകത്തിലെ പല ശിക്ഷകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാണിക്കപ്പെടുകയുണ്ടായി. മാത്രമല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ നമസ്കരിക്കുന്ന ഈ നമസ്കാരം അന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫുരിദത്ത് അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത ഉസ്രിയ ബിഹി അസ്സലവാത്തു 50. 50 വക്ത് നമസ്കാരമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ളത്. സുമ്മ നഖസത ഹത്താ ജുഇലത് 5. പിന്നെ അത് പ്രവാചകന്മാരുടെ നിർദ്ദേശപ്രകാരം, പ്രത്യേകിച്ചും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒക്കെ നിർദ്ദേശപ്രകാരം ഇത് താങ്കളുടെ ഉമ്മത്തിന് ഇത് കൊണ്ടുപോകാൻ സാധ്യമല്ല, അതുകൊണ്ട് ഇത് ചുരുക്കിത്തരാൻ റബ്ബിനോട് പറയണമെന്ന് പറഞ്ഞ് അങ്ങനെ ചുരുക്കി അത് 5 ആക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ ഒരു വിളിയാളമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, യാ മുഹമ്മദ് ഇന്നഹു ലാ യുബദ്ദിലുൽ ഖൗലു ലദയ്യ വ ഇന്ന ലക ബിഹാദിഹിൽ 50. ഈ 5 എണ്ണം 50 തുല്യമാണ് പ്രതിഫലത്തിന്റെ വിഷയത്തിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്, വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ സമീപത്തേക്ക് വിളിച്ചിട്ടാണ്, അള്ളാഹുവിന്റെ സമീപത്തേക്ക് കൊണ്ടുപോയിട്ടാണ് ഈ ഒരു നമസ്കാരം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മൾ പരിശോധിക്കണം. അള്ളാഹുവിന്റെ സമീപത്തേക്ക് വിളിച്ച് നമുക്ക് ഉപഹാരമായി നമുക്ക് നൽകിയ അള്ളാഹുവിന്റെ ഒരുപാട് പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ ഉതകുന്ന ഈ 5 വക്ത് നമസ്കാരം, ഇതിനോടുള്ള നമ്മുടെ സമീപനം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇസ്രാഇനെ കുറിച്ചും മിഅ്റാജിനെ കുറിച്ചും നമ്മൾ ചരിത്രം പഠിക്കുകയും മനസ്സിലാക്കുകയും അത്ഭുതം കൂറുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഈ നമസ്കാരം നമ്മൾ എങ്ങനെയാണ് ഇതിനെ സമീപിക്കുന്നത് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, റഅസുൽ അംരി അൽ ഇസ്ലാം വ ഉമൂദുഹു അസ്വലാ. എല്ലാ കാര്യത്തിന്റെ ഹെഡ്, അതിന്റെ റഅസ് അത് ഇസ്ലാമാണ്. എന്നാൽ അതിന്റെ സ്തംഭമായി നിലകൊള്ളുന്നത്, അതിന്റെ തൂണായി നിലകൊള്ളുന്നത് നമസ്കാരമാണ് എന്ന്. എങ്ങനെയാണ് നമസ്കാരത്തെ നമ്മൾ സമീപിക്കുന്നത്? പല ആളുകൾക്കും നമസ്കാരത്തിന് പ്രാധാന്യമില്ലാത്തൊരു സന്ദർഭമാണ്, ഒരു സാഹചര്യമാണ്. എന്തെങ്കിലും ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ അതിന് തോന്നുന്ന സമയത്ത് ഖളാ വീട്ടുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ സാർവത്രികമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എത്രമേൽ ഗൗരവത്തോടുകൂടെയാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടത് എന്ന് അള്ളാഹുവിന്റെ സമീപത്തേക്ക് വിളിച്ചിട്ട് അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയതാണ് ഈ നമസ്കാരം എന്നുള്ളത്. മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിന് നൽകേണ്ട പരിഗണന നൽകണം എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ പാഠമായിക്കൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്നുകൊണ്ട് മഹാനായ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, എനിക്ക് ചെറിയ അസുഖമുണ്ട്, പ്രയാസമുണ്ട്, ഞാൻ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ സ്വല്ലി ഖായിമ, നിന്നാണ് നമസ്കരിക്കേണ്ടത്. ഫഇല്ലം തസ്തതി ഫഖാഇദ, ഇനി നിൽക്കാൻ കഴിയുന്നില്ലെങ്കിലോ ഇരുന്ന് നമസ്കരിക്കണം. ഫഇല്ലം തസ്തതി ഫഅലാ ജംബിൻ, അതിനും സാധിക്കുന്നില്ല കിടന്ന് നമസ്കരിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കും, എന്തിനാണ് പലപ്പോഴും എന്തൊക്കെ കാരണങ്ങളാണ് നമുക്ക് നമസ്കാരം ഉപേക്ഷിക്കാനുള്ളത്? ഹോസ്പിറ്റലിൽ ഒരു ദിവസം അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ പലർക്കും ഇന്ന് നമസ്കാരമില്ല. ഏതെങ്കിലും ഒരു വിവാഹത്തിന്റെ സദസ്സിൽപ്പെട്ടാൽ നമസ്കാരമില്ല. മറ്റെന്തെങ്കിലും ഒരു ഫംഗ്ഷനിലാണെങ്കിൽ നമസ്കാരമില്ല. പക്ഷെ ഇവിടെയൊക്കെ ഇളവുകളുണ്ട്. ആ ഇളവുകൾ ഉപയോഗിച്ചുകൊണ്ട് നമസ്കാരം നിർവഹിക്കണം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ എത്രത്തോളം അതിന്റെ ഗൗരവമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഫാത്താകാൻ അടുത്തിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാനത്തെ സംസാരം അസ്വലാ,
നമസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ, നമസ്കാരത്തിന്റെ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണേ എന്നുള്ളതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ആ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ അതിന് നമ്മൾ നൽകേണ്ട പ്രാധാന്യം നൽകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അകാരണമായി അത് ഉപേക്ഷിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ കാഫിറുകളാണ് എന്നുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ വായിക്കുമ്പോൾ ഇതിന്റെ ഗൗരവം വളരെ ഗൗരവത്തോടുകൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അബൂ താലിബിന്റെ മകളായ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ അവർ വിശ്വാസിനിയാണ്. അവരുടെ സമീപത്തേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് ആദ്യമായി തിരിച്ചു വരുന്നത്. ഈ രംഗങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുന്നത് ആദ്യമായിട്ട് അവരുടെ സമീപത്ത് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. അവരത് വിശ്വസിച്ചു. അവര് പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോ ഇത് ആരോടും പറയണ്ട. കാരണം എന്താ, ഇത് പലരും അവിശ്വസിക്കാൻ സാധ്യതയുണ്ട്, ഇത് പലരും പരിഹസിക്കാൻ ഇടയാക്കും, അതുകൊണ്ട് നിങ്ങൾ അത് ആരോടും പറയണ്ട എന്ന് പറഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീടിന് പുറത്തേക്ക് ഇറങ്ങി. പ്രഭാതത്തിൽ സുബഹിക്ക് ശേഷം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഅബയുടെ തിണ്ണയിൽ ഇങ്ങനെ ഇരുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ സമീപത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് അതാ അബൂജഹൽ കടന്നു വരുന്നുണ്ട്. ചോദിച്ചു, ഹൽ മിൻ ഖബർ, അഹ്മദേ പുതിയ വല്ല വാർത്തയുമുണ്ടോ? അദ്ദേഹം പരിഹാസ്യപൂർവ്വമാണ് ചോദിക്കുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നഅം, അതെ, വാർത്തയുണ്ട്, പുതിയ വല്ല വഹിയുമുണ്ടോ എന്നതാണ് അവൻ ഉദ്ദേശിച്ചത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥൈര്യത്തോടുകൂടെ പറഞ്ഞു, അതെ ഉണ്ട്. എന്താണത്? അദ്ദേഹം അബൂജഹലിന്റെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നി അസ്റാ ബി അൽ-ലൈല ഇലൽ ബൈത്തുൽ മഖ്ദിസ്, ഞാൻ ഇന്നലെ രാത്രി ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി. അവന്റെ ചോദ്യം, ഇലൽ ബൈത്തുൽ മഖ്ദിസ്, ഒരു മാസം വഴിദൂരമുള്ള ബൈത്തുൽ മഖ്ദിസിലേക്കോ? അവന്റെ ചോദ്യം പരിഹാസ്യപൂർവമാണ്, പരിഹാസം നിറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതെ. അബൂജഹൽ ചോദിച്ചു, നീ എന്നോട് പറഞ്ഞ സ്വകാര്യം ഞാൻ ആളുകളൊക്കെ വിളിച്ചുകൂട്ടി അവരെ മുമ്പൊന്നും നീ പറയോ? അതെ, ഞാനത് പറയും. അവൻ ആളുകളൊക്കെ വിളിച്ചുകൂട്ടി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് മുഴുവനും ഈ വിഷയം സൂചിപ്പിച്ചു. അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കി, പരിഹസിച്ചു. അങ്ങേ മുഹമ്മദിന് ഭ്രാന്ത് മൂർച്ഛിച്ചൊരവസ്ഥയിലാണ് എന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോവുകയും ആകാശങ്ങൾക്കപ്പുറത്തേക്ക് പോവുകയും അള്ളാഹുവിനോട് സംസാരിക്കുകയും തിരിച്ചു വരികയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പരിഹാസപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ അവരുടെ ഇടപെടൽ. ഒന്നാമത്തെ ഇടപെടൽ ഉമ്മുഹാനിയുടേതാണ്. ഉമ്മുഹാനി പറഞ്ഞത് ആരോടും പറയണ്ട എന്നതാണ്. രണ്ടാമത്തേത് അബൂജഹലിന്റെയും മുശ്രിക്കുകളുടേതുമാണ്. അവർ പറഞ്ഞത് പ്രവാചകനെ പരിഹസിക്കുകയും വേദനിപ്പിക്കുകയുമാണ്. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിഷയം സൂചിപ്പിക്കുന്നത് മുത്ഇം ഇബ്നു അദി എന്ന മക്കയിലെ മാന്യനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം അവിശ്വാസിയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹിഷ്കരണ കാലത്ത് കഅബയുടെ മുകളിൽ തൂക്കിയിട്ട ബഹിഷ്കരണ പത്രിക കീറി എറിഞ്ഞ മാന്യനായ ഒരു മനുഷ്യനാണ് മുത്ഇം ഇബ്നു അദി. പ്രവാചകനെ സംരക്ഷിക്കാൻ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് തന്റെ 4 മക്കളെയും ആയുധമണിയിച്ചുകൊണ്ട് പ്രവാചകന് സംരക്ഷണം ഉറപ്പുവരുത്തിയ ആളായിരുന്നു മുത്ഇം ഇബ്നു അദി. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, മുഹമ്മദേ, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് എല്ലാത്തിനും, പക്ഷെ ഇത് നമ്മുടെ ബുദ്ധിക്കപ്പുറത്താണ്, ഇത് അംഗീകരിക്കാൻ കഴിയില്ല മുഹമ്മദ്, ഇത് വിശ്വസിക്കാൻ കഴിയില്ല, ഇത് പ്രയാസകരമാണ്. മുത്ഇം ഇബ്നു അദിയുടെ രീതി, അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ രൂപത്തിലാണ്. 3 പ്രതികരണങ്ങൾ ഇങ്ങനെയാണ്. നാലാമത് മുശ്രിക്കുകൾ ചെന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്കാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അവർ ചോദിച്ചു, ഇതാ മുഹമ്മദ് ഇന്നലെ രാത്രി ഈ രൂപത്തിൽ പോയിട്ടുണ്ട്, ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം അവരോട് ചോദിച്ചു, കാരണം ഇതൊരാളും വിശ്വസിക്കൂലല്ലോ, ഇതൊരാൾക്കും ബുദ്ധിക്ക് യോജിച്ചതല്ലല്ലോ, ഇതൊരാളും അംഗീകരിക്കില്ലല്ലോ, ഇത് അബൂബക്കറും വിശ്വസിക്കില്ല എന്നുള്ളതാണ് മുശ്രിക്കുകൾ മനസ്സിലാക്കിയത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണോ? അവര് പറഞ്ഞു, നഅം, അതെ. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി, ലഇൻ കാന ഖാല ദാലിക് ലഖദ് സദഖ, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഖദ് സദഖ, അത് സത്യമാണ്. അവർ സ്തബ്ധരായി പോയി. ഇത് അബൂബക്കർ വിശ്വസിക്കില്ല എന്ന് പ്രതീക്ഷിച്ച അവർ അദ്ദേഹത്തോട് ചോദിച്ചു, അവ തുസദ്ദിഖു അന്നഹു ദഹബ ലൈലത ഇലൽ ബൈത്തുൽ മഖ്ദിസ് വജാഅ ഖബ്ല അൻ യുസ്ബിഹ്, പ്രഭാതത്തിന് മുമ്പേ
ബൈത്തുൽ മഖ്ദിസിൽ പോയി പ്രഭാതത്തിന് മുമ്പേ, പ്രഭാതം സുബഹിക്ക് മുമ്പേ തിരിച്ചു വന്നു എന്നുള്ളത് അബൂബക്കറെ നീ വിശ്വസിക്കുമോ? അവർ വീണ്ടും ആവർത്തിച്ചു ചോദിച്ചു. അവരുടെ അത്ഭുതം കണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, അതെ ഞാൻ വിശ്വസിക്കുന്നു. ഇന്നി ലഉസദ്ദിഖുഹു ഫീമാ ഹുവ അബ്അദു മിൻ ദാലിക്. ഇതല്ല, നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് എന്നെ. ഞാൻ ഇതിനേക്കാൾ അത്ഭുതകരമായ പലതിലും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതേതാണ്? ഉസദ്ദിഖുഹു ബിഖബരി സമാഇ ഫീ ഉദുബിഹി ഔ റൗഹിഹി. പ്രഭാതത്തിലും പ്രദോഷത്തിലും മുഹമ്മദ് നബിയുടെ സമീപത്തേക്ക് അള്ളാഹുവിന്റെ സമീപത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നുണ്ട് എന്നത് വിശ്വസിക്കുന്ന ആളാണ്. അത് ഇതിനേക്കാൾ അത്ഭുതകരമാണ്, ഇതിനേക്കാൾ അത്ഭുതകരമാണ്. ഫലിദാലിക സുമ്മി അബൂബക്കർ അസ്സിദ്ദീഖ്. അവിടെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ്, സത്യപ്പെടുത്തുന്നവൻ എന്ന നാമകരണം ലഭിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഒരു വിശ്വാസിയുടെ പ്രതികരണം, നമുക്ക് ഈ വിശ്വാസികളാണ് നമ്മൾ. ദീനിലെ എല്ലാ വിഷയങ്ങളും നമ്മുടെ ബുദ്ധിയുടെ അളവുകോല് കൊണ്ട് അളന്നു നോക്കിയിട്ട്, അത് സയൻസിന്റെ തുലാസിലിട്ട് തോക്കി നോക്കിയിട്ട്, അത് ശാസ്ത്രം കൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലേ എനിക്കത് വിശ്വസിക്കാൻ കഴിയൂ. അതല്ലെങ്കിൽ ഇതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, അത്തരം ഹദീസുകളൊക്കെ ദഈഫാണ്, അതൊക്കെ സ്വഹീഹുൽ ബുഖാരിയിലുണ്ടെങ്കിലും അതൊക്കെ ആയത്തുകളിലുണ്ടെങ്കിലും അതൊന്നും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട്, അത് ശരിയായ നിലപാടല്ല. അത് മുസ്ലിമിന്റെ നിലപാടല്ല. അതൊരു യഥാർത്ഥ മുഅ്മിനിന്റെ നിലപാടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിലുണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടോ? സ്വദ്ദഖതു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള ആർജവവും ഈമാനികമായ തന്റെ ഇടവുമാണ് നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കേണ്ടത്. അതാണ് ഇസ്രാ മിഅ്റാജിലൂടെ നമുക്ക് ലഭിക്കുന്ന പാഠം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും മഹനീയമായ പാഠം എന്ന് മനസ്സിലാക്കുകയും യഥാർത്ഥ വിശ്വാസികളായി, ഉറച്ചു നിൽക്കുന്ന വിശ്വാസികളായി, എല്ലാ തരത്തിലുള്ള സന്ദേഹങ്ങളിൽ നിന്നും സംശയങ്ങളിൽ നിന്നും മാറി നിന്ന് യഖീനുള്ള മുഅ്മിനുകളായി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇസ്രാ മിഅ്റാജ് എപ്പോഴാണ് നടന്നത്? പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് അഭിപ്രായ ഭിന്നതകളുള്ള ഒരു സംഭവമാണ്. അത് റമദാനിലാണെന്നും റജബിലാണെന്നും റബീഉൽ അവ്വലിലാണെന്നും അങ്ങനെ പല മാസങ്ങളെ, അതിന്റെ മാസങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല, അതിന്റെ ദിവസം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ റജബ് 27 നടന്നതെന്ന് പറഞ്ഞ്, അതിന്റെ മഹത്വങ്ങൾ പറഞ്ഞ്, ഇന്നിന്റെ രാത്രി ചില പ്രത്യേക നമസ്കാരവും നാളെ ചില ആളുകൾ നോമ്പെടുക്കാനും ഒക്കെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയകമായി എന്താണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്? മഹാന്മാരായ പണ്ഡിതന്മാർ അൽ മനാറുൽ മുനീഫ് എന്ന ഗ്രന്ഥത്തിലൂടെ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത് കാണാം. കുല്ലു ഹദീസിൻ ഫീ ദിക്രി സിയാമി റജബ്. റജബ് മാസത്തിലെ നോമ്പിനെ കുറിച്ച് പറയുന്ന ഹദീസുകൾ, ഈ ഇസ്രാ മിഅ്റാജ് എന്നാണ് നടന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ പറയുന്ന നോമ്പുമായി ബന്ധപ്പെട്ട ഹദീസ്, അതുപോലെ തന്നെ വസ്വല, ആ ദിവസത്തെ നമസ്കാരങ്ങളെ കുറിച്ച് പറയുന്ന ഹദീസ്, അതേ രൂപത്തിൽ ബഅദുൽ ലയാലി, അതിന്റെ ചില രാത്രികളിലെ നമസ്കാരങ്ങളെ കുറിച്ച് പറയുന്ന ഹദീസ്, ഫഹുവ കദിബുൻ മുഫ്തറ, അത് സത്യസന്ധമല്ല, കദിബുൻ, അതൊക്കെ വ്യാജമായിട്ട്, മുഫ്തറ, കെട്ടിയുണ്ടാക്കിയ ഹദീസുകൾ, നിർമ്മിതമായ ഹദീസുകളാണ് എന്ന് പറയുന്നു. അതേ രൂപത്തിൽ തന്നെ ശാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ അദ്ദേഹം രേഖപ്പെടുത്തുന്നത് കാണാം. ലം യരിദ് ഫീ ഫദ്ലി ശഹ്രി റജബ്, റജബ് മാസത്തിന്റെ ഫദ്ലിൽപ്പെട്ട ഒന്നും വന്നിട്ടില്ല. വലാ ഫീ സിയാമിഹി, അതിന്റെ നോമ്പുമായി ബന്ധപ്പെട്ടതോ, വലാ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യനിൻ, ഒരു പ്രത്യേക ദിവസം, റജബ് 27 നോമ്പ്, അങ്ങനെ ഒരു പ്രത്യേക നോമ്പുമായി ബന്ധപ്പെട്ടതോ, വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ, ഒരു പ്രത്യേക ദിവസം നമസ്കാരം നിർവഹിക്കുക, അതുമായി ബന്ധപ്പെട്ടതോ ആയിട്ട് വന്നിട്ടില്ല. ഹദീസുൻ, എന്തു വന്നിട്ടില്ല? ഒറ്റ ഹദീസും വന്നിട്ടില്ല. എങ്ങനത്തെ ഹദീസ്? സ്വഹീഹുൻ, ശരിയായ പ്രവാചകനിലേക്ക് എത്തുന്ന ഒറ്റ ഹദീസും വന്നിട്ടില്ല. യസ്ലുഹു ലിൽ ഹുജ്ജ, തെളിവിന് കൊള്ളാവുന്ന ഒറ്റ ഹദീസും വന്നിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, തെളിവിന് കൊള്ളാവുന്ന ഈ വിഷയകമായിട്ട് ഒറ്റ ഹദീസും ഈ വിഷയകമായിട്ട് വന്നിട്ടില്ല എന്ന് പറയുന്നത്
ശാഫിഈ മദ്ഹബിലെ പണ്ഡിതനാണ്. തബീഈനുൽ അജബ് ബിമാ വറദ ഫീ ഫദ്ലി റജബ് എന്ന ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന്റെ റിസാലയിലാണ് അദ്ദേഹം ഈ വിഷയം രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം അതേ ഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞു വഅമ്മൽ ഹദീസുൽ വാരിദ. ഇനി ചില ഹദീസുകൾ ഉണ്ടല്ലോ, ഇത് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിൽ സ്റ്റാറ്റസിലൊക്കെ ചില ഹദീസുകൾ കാണാം. അദ്ദേഹം തന്നെ പറയുന്നു വഅമ്മൽ ഹദീസുൽ വാരിദ ഫീ ഫദ്ലി റജബ്, റജബിന്റെ ശ്രേഷ്ഠതയുമായി പഠിപ്പിക്കപ്പെടുന്ന ചില ഹദീസുകളുടെ അവസ്ഥ എന്താ? ഔ ഫദ്ലി സിയാമിഹി ഔ സിയാമി ശൈഇൻ മിൻഹു, അതുമായി ബന്ധപ്പെട്ട നോമ്പുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഉണ്ടല്ലോ, അതിന്റെ വിഷയം എന്താണ്? ഫഹിയ അലാ ഖിസ്മൈൻ, രണ്ട് രൂപത്തിലാണ് ഹദീസുകൾ ഉള്ളത്. ഒന്നുകിൽ അത് ദഈഫ, ദുർബലമായ ഹദീസുകളാണ്, വമൗദുഅ, അല്ലെങ്കിൽ മൗദുആയ, കെട്ടിച്ചമച്ചുണ്ടാക്കിയ നിർമ്മിതമായ ഹദീസുകളാണ്. സഹോദരങ്ങളെ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം ഒരു വിഷയം നമ്മെ പഠിപ്പിച്ചിട്ടില്ല. ഇത് അത്ഭുതകരമാണ്, ഇതേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്, പ്രവാചകന്റെ മുഅ്ജിസത്താണ്. പക്ഷെ അടുത്ത വർഷമോ അതിലടുത്ത വർഷമോ ഏതെങ്കിലും പ്രവാചക ജീവിതത്തിൽ എപ്പോഴെങ്കിലോ ഒരു റജബിന്റെ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിട്ടില്ല, സ്വഹാബത്ത് എടുത്തിട്ടില്ല. അതെന്നാണെന്ന് പോലും അവർക്ക് നിശ്ചയമല്ല. അതുണ്ടായിരുന്നെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ നമ്മിലേക്ക് എത്തുമായിരുന്നു. അത്തരം പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് ബിദ്അത്താണ്, അനാചാരമാണ്, അത് തള്ളിക്കളയേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടനവധി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അത്തരം ബിദ്അത്തുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. എന്താണോ പ്രവാചകൻ പഠിപ്പിച്ചത്, എന്താണോ വഹീ മുഖേന നമ്മിലേക്ക് എത്തിയിട്ടുള്ളത്, എന്താണ് സ്വഹീഹായ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്, അത് ഉൾക്കൊള്ളാനും അത് നെഞ്ചേറ്റാനും നമ്മൾ തയ്യാറാവണം. മറ്റുള്ള ബിദ്അത്തുകൾ ഉപേക്ഷിക്കാനും നമ്മൾ തയ്യാറാവണം. അതൊരു മുസ്ലിമിന്റെ യഥാർത്ഥ സ്വഭാവമായിട്ടാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.